സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിലൂടെ 250 പേർക്ക് തിമിര ശസ്ത്രക്രിയ നടത്തി. കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടി NBCP ആൻഡ് V1ന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 57ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചു. 2025 ജനുവരി 26 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കല്ലുവാതുക്കൽ UP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റും ഒളിമ്പിക് അസോസിയേഷൻ സീനിയർ വൈസ് പ്രസിഡന്റും കൊല്ലം സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും ആയ ഡോക്ടർ K രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ഭംഗിയായിട്ട് നമ്മുടെ കണ്ണിന് നല്ല ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രമാണ് അരവിന്ദ് ഹോസ്പിറ്റൽ. ആ അരവിന്ദ് ഹോസ്പിറ്റലിന് ഇവിടെ നമ്മുടെ ഈ കല്ലുവാതുക്കൽ വെച്ച് ഒരു ക്യാമ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം മിക്ക ക്യാമ്പിലും അവർ പങ്കെടുക്കാറുണ്ട്. മധുരയും പങ്കെടുക്കാറുണ്ട്, തിരുനെൽവേലിയും പങ്കെടുക്കാറുണ്ട്. രണ്ടിടത്ത് ഹോസ്പിറ്റലുള്ളതാണ്. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രീതി നിങ്ങൾക്കറിയാം. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് ഇറങ്ങാൻ സാധിക്കും. 100 രൂപയുള്ളൂ ഒരു പേഷ്യൻറ്റിന് അവിടെ, അല്ലാതെ ചെല്ലുന്നു. ഇത് ക്യാമ്പ് നടത്തുന്നതുകൊണ്ട് ക്യാമ്പിൽ നിന്നും ഇവിടെ എനിക്ക് തോന്നുന്നു 10,000-ൽ കൂടുതൽ ആളുകൾ ക്യാമ്പിൽ വരുമെന്ന് തോന്നുന്നു. നമ്മുടെ കല്ലുവാതുക്കൽ ആയതുകൊണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഇവരെല്ലാം സംഘടിപ്പിച്ചത് ചെയ്യുന്നത് അത് ഇവരെല്ലാം നിങ്ങൾ നാട്ടുകാരായ നിങ്ങൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാര്യം കണ്ണൊരു വലിയ സംഭവമാണ്. നമ്മുടെ ശരീരത്തിൽ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ ഓപ്പറേഷൻ അവർ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ സൗജന്യമായി ഓപ്പറേഷൻ നടത്തി ഇവിടുന്ന് സ്ഥിതിയാണ് ഈ അരവിന്ദ് ഹോസ്പിറ്റൽ ചെയ്യുന്നത്. ആ അരവിന്ദ് ഹോസ്പിറ്റലിന്റെ ക്യാമ്പെന്നും കൂടെ പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് വരണമെന്ന് തോന്നിയതും ഇവിടെ വരാനിടയായത്. ഇദ്ദേഹമായിട്ടൊക്കെ പല വേദികളും ഞാൻ പങ്കിട്ടിട്ടുള്ളതാണ്. അദ്ദേഹം നല്ലൊരു സാമൂഹിക പ്രവർത്തകനാണ്. ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതാണ്. വൃദ്ധസദനം നടത്തുന്നതാണ്. ആ വൃദ്ധസദനം നടത്തുക എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമില്ല. അതിനും ഞാൻ ഉദ്ഘാടനത്തിന് പങ്കെടുത്ത ആളാണ്. അപ്പം അത്രയും വലിയ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുക എന്നുള്ള ഒരു വലിയ ഘടകം തന്നെയാണ്. അത് വളരെ ചുരുങ്ങിയ ചില ആൾക്കാർക്ക് ആ മനസ്സുണ്ടാകുകയുള്ളൂ. എന്തായാലും നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇത്രയും പ്രായം ചെന്നവരും വനിതകളായിട്ടുള്ളവരും പുരുഷന്മാരായിട്ടുള്ളവരും ഇവിടെ എത്തി ഈ അരവിന്ദ് ഹോസ്പിറ്റലിന്റെ ചികിത്സ, അതിൻ്റെ ഡോക്ടേഴ്സിന്റെ ആ ടെസ്റ്റ് നിങ്ങൾ അത് സ്വീകരിച്ച് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇവിടെ പ്രഷർ നോക്കുന്നുണ്ടോ? ഇല്ല. പ്രഷർ നോ. ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ മെയിൻ കണ്ണിന്റെ ഭാഗം എന്ന് പറയുന്നത് പ്രഷർ കണ്ണിനുണ്ടാകുക എന്നുള്ളത്. അത് അവർ അവിടെ കൊണ്ടുപോയി പ്രഷറിന്റെ നോക്കുന്നുണ്ട്. അതാണ് മെയിൻ നോക്കി നമ്മുടെ കണ്ണിന് മറ്റ് അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കുന്നതിന് വേണ്ടി പ്രഷർ നോക്കുക ഒരു വലിയ സംരംഭമാണ്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും സമയം ഒരുപാട് അതിക്രമിച്ചു. ഇത്രയും പേരെ ഇനി ട്രീറ്റ് ചെയ്ത് വിടണമെങ്കിൽ ഒരു നല്ല സമയമെടുക്കും. ഏതായാലും ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ, നമ്മുടെ ഇതിന്റെ പ്രസിഡന്റിനെ ഉൾപ്പെടെ എല്ലാവരും ഇത് സംഘടിപ്പിച്ചവർ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കഴിഞ്ഞ MSc മാത്സ് പരീക്ഷയിൽ 1ഉം 2ഉം റാങ്കുകൾ കരസ്ഥമാക്കിയ സഹോദരിമാരായ A അശ്വതിക്കും A ആതിരയ്ക്കും ഡോക്ടർ K രാമഭദ്രൻ മൊമെന്റോ നൽകി ആദരിച്ചു. എന്നാലും പറയാണ്, ഇത്രയും നല്ലൊരു ക്യാമ്പ് നടത്തിയ ഇവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇതിൽ ഞങ്ങളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഞങ്ങൾക്ക് രണ്ടുപേരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ഇവരുടെ സംഘടനയ്ക്ക് നന്ദി അറിയിക്കുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തി വരുന്നുണ്ട്. ഈ ക്യാമ്പുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ രോഗികളെ തിമിര ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോകുന്നത് ഈ ക്യാമ്പിൽ നിന്നാണ്. മാത്രമല്ല, ഏഷ്യയിലെ തന്നെ പ്രമുഖ നേത്ര ചികിത്സാ സ്ഥാപനമായ അരവിന്ദ് കണ്ണാശുപത്രിയിൽ ക്യാമ്പിലൂടെ തിമിര ശസ്ത്രക്രിയയ്ക്കായി എത്തുന്നതിൽ ഏറ്റവും അധികം ആളുകൾ എത്തിയതും സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 57ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിൽ നിന്നുമാണ്.
ഇതിനു മുമ്പ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 54ാമത് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പിൽ നിന്നും 210 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോയിരുന്നു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റൂവൽ സിംഗ് എം, സമുദ്ര ലൈബ്രറി സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ, സമുദ്രതീരം പ്രസിഡന്റ് ശരചന്ദ്രൻ പിള്ള, ഭൂപേഷ്, അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ, ഡോക്ടർ ശിവം ഗുപ്ത, ഡോക്ടർ സരിൻ, ഡോക്ടർ പ്രീത്, ഡോക്ടർ ശ്രീധർ ശിവകുമാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തിമിരം എന്ന് പറയുന്നത് പ്രായം കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് സർജറിയിലൂടെ മാത്രമേ, ശസ്ത്രക്രിയയിലൂടെ മാത്രമേ നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഏകദേശം 300 ആൾക്കാരാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. നന്ദി, നമസ്കാരം. സീനിയർ വൈസ് പ്രസിഡന്റും അതിനുപരി കൊല്ലത്ത് എന്ത് പ്രവർത്തനം നടന്നാലും ഡോക്ടർ രാമചന്ദ്രൻ സാറിൻ്റെ കൈകളും പ്രവർത്തന മേഖലയും കൊല്ലത്തിൻ്റെ പല മേഖലയിലുമുണ്ട്. അങ്ങനെയാണ് എനിക്ക് സാറിനെ പരിചയപ്പെടാൻ പോലും കഴിഞ്ഞത്. ആ സാറിനെ ഞങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ കിട്ടിയത് തന്നെ ഏറെ വലുതാണ്. അതുകൊണ്ട് സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ മഹനീയ സാന്നിധ്യത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. സമുദ്രതീരത്തിൽ ഈ ക്യാമ്പിൽ 57ാമത് ക്യാമ്പാണ്. ഞാൻ വളരെ എളുപ്പത്തിൽ സമയച്ചുരുക്കം കൊണ്ടാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാത്തത്, സമുദ്രയെക്കുറിച്ചൊന്നും വിശദീകരിക്കാത്തതും ഇതിൻ്റെ സംഘാടകനായ റൂവൽ സിംഗിനെ കുറിച്ചൊന്നും പറയാത്തത് സമയം വളരെ വൈകിയിരിക്കുന്നത് കൊണ്ടാണ്. അരവിന്ദ് കണ്ണാശുപത്രിയിൽ നിന്നും ഈ ക്യാമ്പ് നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർമാർക്കും അവരുടെ എല്ലാ സ്റ്റാഫിനും ഉള്ള പ്രത്യേകം നന്ദി, ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നീട് നന്ദി അറിയിക്കുന്നത് പരീക്ഷയിൽ MSc പരീക്ഷയിൽ 1ഉം 2ഉം റാങ്കുകൾ കരസ്ഥമാക്കിയ ആ സഹോദരിമാരെ ഈ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഏറ്റവും കൂടുതൽ നന്ദി ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന നല്ലവരായ നാട്ടുകാർക്കാണ്. നമ്മുടെ സമീപത്തുള്ള 3 ജില്ലയിൽ നിന്ന്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വളരെയധികം കണ്ണ് രോഗികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാനും അതിലൊരാളാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർമാരുടെയും സ്റ്റാഫിൻ്റെയും നിർദ്ദേശങ്ങൾ നന്നായിട്ട് പാലിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമുദ്രതീരത്തിൻ്റെ പേരുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മളെ ഇവിടെ ക്യാമ്പിൽ എത്തിയിരിക്കുന്ന അച്ഛനമ്മമാരെ, നമ്മുടെ ഇവിടുത്തെ ക്യാമ്പ് കഴിഞ്ഞ തവണത്തെക്കാട്ടി നമ്മുടെ രോഗികൾ ഇപ്രാവശ്യം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിച്ച് സമയം കളയുന്നില്ല. നമ്മുടെ ഈ ക്യാമ്പിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നമ്മളെ ഇവിടുത്തെ ഉദ്ഘാടനം നമ്മളെ രാമഭദ്രൻ സാറ് ആ സമയത്ത് തന്നെ വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിനും എല്ലാവർക്കും നമ്മുടെ ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല, ഒരുപാട് സമയം അതിക്രമിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. 850-ൽ അധികം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നും ആണ് 250 പേരെ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്.